തീർച്ചയായും സിനിമ വിജയത്തിലേക്ക് തമ്പ് ഞാൻ ഉണ്ടാക്കിക്കോളാം. സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ കഥ അങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളതാണോ ബെസ്റ്റിയുടെ പ്രത്യേകത? പറയത്തില്ല, കൊന്നാലും മതി. ഇതില് ആക്ഷൻ ഉണ്ട്, പരിപാടികൾക്ക് വേറെ ലെവലിലാണ്. No, I'm not joking, literally. Blood வர அளவுக்கு அடி வாங்குது. ബ്ലഡ് വர അളവൊക്കില്ല, Blood வந்துருச்சு. മൂക്കിടിച്ച് ബ്ലഡ് വരുത്തി. வந்துருச்சு and അതില്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന സിനിമ മാത്യു നായകനായ മൂവിയാണ്. ഞാൻ ഡയറക്ടർ സലാം ബുക്കാരിക്കടുത്ത് പറയണം മാത്യു വേണ്ട, ഞാൻ ചെയ്യാം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫൈറ്റ് അറിയത്തില്ല, അഭിനയിക്കാൻ അറിയത്തില്ല, മോഹം മാത്രമേ ഉള്ളൂ. നമുക്ക് ആഗ്രഹമാണ് ചെയ്യാനുള്ള, അഭിനയിക്കാനും അറിയത്തില്ല. ആഗ്രഹമാണ് നമുക്ക് സിനിമയിൽ വരണം, ഇത് എന്ത് ചെയ്യാം. അത് എല്ലാവർക്കും മോഹമല്ലേ. സിനിമയിൽ വന്ന് ഒരു 10 പേര് കാണുക, നമ്മൾ നടനാണ്, അല്ല സിനിമയിൽ വന്ന് 10 പേര് കാണുക, നമുക്കത് എത്തിപ്പെടാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് സന്തോഷം. കണ്ണാടിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, കുറേ പരിപാടി ഫൈറ്റ് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഡാൻസ് പഠിക്കാനായിട്ട് എപ്പോഴും കൊണ്ടേ പൈസ കൊടുക്കും, ഒരു ദിവസം പോകും, പിന്നെ ചെന്നൈയിൽ വെച്ച് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടേ പൈസ കൊടുക്കും. നമ്മുടെ ദിനേശ് മാസ്റ്റർ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടേ കൊടുക്കും, ഒരു ദിവസം ക്ലാസ്സിൽ പോകും. പിന്നെ ഫൈറ്റ് പിന്നെ പഠിച്ച് എത്തും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. 8 വർഷത്തോളമായി ഒരേ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് മാത്രം സിനിമകൾ ചെയ്യുക എന്ന പ്രത്യേകതയുണ്ട് അഷ്കർ സൗദാന്. അഷ്കർ സൗദാൻ വീണ്ടും ബെൻസി പ്രൊഡക്ഷൻസിന്റെ മറ്റൊരു സിനിമയുമായി എത്തുന്നു. ബെസ്റ്റി എന്നാണ് ഈ സിനിമയുടെ പേര്. മലബാർ പശ്ചാത്തലമുള്ള ഈ സിനിമയിൽ കൂടെ സാക്ഷി അഗർവാൾ, ഷാഹിൻ സിദ്ദീഖ് എന്നീ പ്രതിഭകൾ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. വീണ്ടും അതേ പ്രൊഡക്ഷൻ ഹൗസിലൊരു സിനിമ. ഈ വട്ടം നമ്മൾ DNA-യിൽ കണ്ടതുപോലുള്ള ആക്ഷൻ പരിവേഷത്തിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി മലബാറിൻ്റെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥ അങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളതാണോ ബെസ്റ്റിയുടെ പ്രത്യേകത? പറയത്തില്ല, കൊന്നാലും മതി. ഇതില് ആക്ഷൻ ഉണ്ട്, പരിപാടികൾക്ക് വേറെ ലെവലിലാണ്. നമുക്ക് കോസ്റ്റ്യൂം കാണുന്ന പോലെയല്ല, പലതരം ക്യാരക്ടർ. ഞാൻ ഒരാൾ തന്നെ പല ക്യാരക്ടർ ചെയ്യാനുണ്ട് ഇവിടെ. അത് നമുക്ക് വെളിയിൽ പറയാൻ പറ്റില്ല. പലതരം പരിപാടികളുണ്ട് ഇതിൽ, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. നല്ല ഭംഗിയായി അഷ്കർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ പോഴത്തണം, ഞാൻ ഇവര് പോഴ്ത്തി മടുത്തേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ന് കറക്റ്റായിട്ട് എന്നെ പൊക്കി പറഞ്ഞു. ഫൈറ്റ്, സോങ്സ് എല്ലാം, റൊമാൻസ് എല്ലാം ഗംഭീരമായി ചെയ്തിരിക്കുന്നു. ഷൈനി സുലേഖ മൻസിൽ അല്ലെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്തൊരു മലബാറിൻ്റെ സംസ്കാരം ഉണ്ടല്ലോ, വളരെ സൗഹാർദ്ദപരമായി സ്നേഹത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയ എന്നുള്ള വിധത്തിൽ അങ്ങനത്തെ ഒരു ആംഗിൾ ബെസ്റ്റിയിലുണ്ടോ? അതായത് ഒരു കമേഴ്ഷ്യൽ ആയിട്ടാണോ അതിനൊരു ഫ്ലേവറായി മാത്രം മലബാർ വരുന്നത്, അങ്ങനെയാണോ? അല്ല, ആ രണ്ട് സിനിമയുടെയും ഏറ്റവും പ്രധാനം അതിൽ റിലേഷൻഷിപ്പാണ്. സുലേഖ മനസ്സിൽ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ, വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുന്ന ഒരു ബ്രദറും സിസ്റ്ററും അവരുടെ ഒരു എന്താ പറയുക റീയൂണിയനാണ്. ഇതിൽ അങ്ങനെ തന്നെയാണ്. നമുക്കൊരു സോളിഡ് ഫാമിലി സ്ട്രക്ചറിൽ വരുന്ന ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ള സ്റ്റോറി ഉണ്ട്. കൂടാതെ നമ്മളത് സെറ്റ് ചെയ്തപ്പോൾ നമ്മളത് പൊന്നാനിയും കാര്യം നമ്മുടെ പ്രൊഡ്യൂസർ അവിടെ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻവോൾവ്മെൻറ്റ്സ് ഇൻപുട്സും ഉണ്ട്. സോങ്സിലായാലും ഇതിൻ്റെ ഒരു മൊത്തത്തിൽ കോസ്റ്റ്യൂംസിൽ, നമ്മുടെ കഥയിൽ, കാസ്റ്റിങ്ങിൽ ഞങ്ങളൊക്കെ വരാൻ കാര്യം ഞങ്ങളുടെ ബോസ് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെറ്റ് പ്രോജക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷനിൽ ഉണ്ടാക്കിയ പ്രോജക്റ്റ് ഷാനൂക്ക് ഭംഗിയായിട്ട് അത് ക്യാപ്ചർ ചെയ്തു എന്നുള്ളതാണ്. சாக்ஷி மேம், இந்த தமிழ்நாட்டில் வித்தியஸ்தமான ஸ்லாங்ஸ் இருக்குல்ல, நெல்லை ஸ்லாங், மதுரை ஸ்லாங், அந்த மாதிரி எங்கள் மலையாளத்திலும் நிறைய ஸ்லாங்ஸ் இருக்குது. அதில் கொஞ்சம் டஃப்பான ஸ்லாங் தான் இந்த மலபார் ஸ்லாங். கொஞ்சம் தப்புனா கூட அது கொஞ்சம் ரொம்ப ட்ராமாட்டிக்காக கொஞ்சம் ஓவராக போயிடும். ஸோ உங்களுக்கு அந்த டைலாக்ஸ் பேசும்போது இந்த ஸ்லாங் பிடிக்கிறதுக்கு மலையாளம் பேசுறதுக்கு எவ்வளோ டஃப்பாக இருந்தது? அது எப்படி? அது கண்டிப்பாக டஃப்பாக தான் இருந்தது. ஸ்டார்டிங்கில் நான் இந்த கேரக்டர் கேட்கும் போது, மொத்தமாக கேரக்டர் புரிஞ்சுக்கும் போது, இதோட என்ன எசன்ஸ் இருக்குது இந்த ஷஹீனா கேரக்டர் புரிஞ்சுக்கும் போது எனக்கு புரிஞ்சிச்சு. ஏன்னா இட்ஸ் அ ப்ராப்பர் மலபார் முஸ்லீம் மலையாளி முஸ்லீம் கேரக்டர். ஸோ அதுக்கு எவ்வளோ விஷயங்கள், அதுவும் கேரக்டர்கிராஃப் மாற்றிட்டே இருக்கும். நீங்கள் படம் பார்க்கும்போது தெரியும், ஒரு ஆர்த்தடாக்ஸ் ஃபேமிலி, ஒரு ரிச் ஆர்த்தடாக்ஸ் ஃபேமிலியிலேருந்து கேரக்டரைசேஷன் ஸ்டார்ட் ஆகிட்டு அது எப்படி டிஃப்ரெண்ட் ஷேட்ஸ் காமிக்குது. ஸோ அந்த வேரியேஷனும் காமிக்கணும், பட் அட் த சேம் டைம் அந்த பேஸ் கேரக்டர் இருக்குல்ல, அந்த ஸ்லாங் ஃபீல் அதுவும் மிஸ் ஆகக்கூடாது. ஸோ அதுக்கு ஒன்றாண்டு ப்ரிப்பரேஷன் நிறையா பண்ணியிருக்கேன். நான் டைரக்டர் கூட டச்சில் இருந்துட்டு ஏடிஸ்க்கெல்லாம் அவ்வளோ டார்ச்சர் பண்ணுவேன். நான் டெய்லி டார்ச்சர் பண்ணிகிட்டே இருப்பேன். எனக்கு அந்த சீனோட அந்த டைலாக் அனுப்புங்க, இந்த லிப்ஸிங். ஏன்னா சாங்லேயும் பார்த்தீங்கன்னா நிறையா லிப்ஸிங் இருக்குது நம்ம லிரிக்ஸில். எனக்கு இது ஃபஸ்ட் எக்ஸ்பீரியன்ஸ் ஃபார் மலையாளம் சாங்கில் நான் லிப்ஸிங் பண்ணுறது. ஸோ பர்ஃபெக்டாகவும் வரணும்னு சொல்லிட்டு டெய்லி டார்ச்சர் பண்ணி லிரிக்ஸ் வாங்கி அது அவங்கக்கிட்ட வாட்ஸ்அப்பில் வாய்ஸ் மெசேஜும் அனுப்ப சொல்வேன் டைலாக்ஸ்.
അതെല്ലാം ഒരുപാട് കഷ്ടമുള്ള പരിപാടിയാണ് ലിപ്പ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്നത്. തമിഴിൽ ഒരു ആർട്ടിസ്റ്റ് ഒന്നും മലയാളത്തിൽ അത് ലിപ്പ് പഠിച്ചിട്ട് ഒരു ഡാൻസ് നല്ല രസമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എന്റെ 2 പടത്തിലെ നായിക ആയതുകൊണ്ടല്ല, പൊക്കി പറയല്ല, ആസ് ആൻ ആർട്ടിസ്റ്റ് പെർഫോമർ. അതെ, കാരണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഡയലോഗ് പ്രസന്റേഷൻ ആണെങ്കിലും നമുക്ക് എനിക്ക് സത്യത്തിൽ സോങ് ലിപ്പ് പിടിക്കാൻ ഭയങ്കര പാടാണ്. തമിഴിൽ നിന്ന് വന്നൊരു ആർട്ടിസ്റ്റ് അവര് മലയാളം പഠിച്ച് കറക്റ്റായിട്ട് ലിപ്പ് പിടിച്ച് അത് ഡാൻസ് ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഷെയ്ൻ നന്നായി ഡാൻസ് ചെയ്ത് ഒരുപാട് ഫസ്റ്റ് പോയത് അല്ലേ മോനെ? പുകഴ്ത്തല്യജ്ഞമാക്കി മാറ്റാൻ ഞങ്ങൾ പുകഴ്ത്തി അതിലൊരു കുറവില്ല. അങ്ങോട്ടേക്കിട്ട് പുകഴ്ത്ത്, അവൻ പുകഴ്ത്തും, ഞാൻ പുകഴ്ത്തും. ഞാൻ இல்ல நம்ம கல்யாணம் சாங்ல ரொம்ப கஷ்டப்பட்டுட்டு കഷ്ടപ്പെട്ടു, അത് സത്യമാണ്. അത് പുകഴ്ത്തിയതാണ്, അത് വളരെ ஆனா எஃபோர்ட் போட்டாங்க, அவ்வளோ எஃபோர்ட். பிகாஸ் ஷூட்க்கு 4 நாள் முன்னாடி நானும் ஷாஹின் அப்பதான் ஃபர்ஸ்ட் டைம் மீட் பண்றோம். அண்ட் இவர் ஜிம் முடிச்சிட்டு, ஜிம்மும் மிஸ் பண்ண மாட்டாரு, ஜிம் முடிச்சிட்டு ஃபுல் டே என் கூட ப்ராக்டிஸ் பண்ணுவாரு. நைட் ஃபுல்லா நாங்க ஷூட் பண்ணுவோம். ஸோ இட் வாஸ் அ லாட் ஆஃப் ஒர்க் அண்ட் நிறைய எஃபர்ட் போட்டிருக்காரு. சேம் திங் அஷ்கர் ஃபைட் சீன்லலாம் அவ்வளோ வாட்டி விந்து ஏஞ்சி அவ்வளோ எஃபர்ட் போட்டிருக்காங்க, அவ்வளோ சூப்பராக பெர்ஃபார்ம் பண்ணிருக்காங்க. ஸோ எல்லா ஆர்டிஸ்ட்டும் அவ்வளோ ஹார்ட் ஒர்க் பண்ணியிருக்கோம் இந்த படத்தில். அதுக்கு உண்டாண்டு ப்ரிப்பரேஷனும் பண்ணியிருக்கோம். இப்போ ஃபைட் சீன் எல்லாம் பார்த்தீங்கன்னா ஷைன் என்கிட்ட அவ்வளோ அடி வாங்கியிருக்காரு. நோ, ஐம் நாட் ஜோக்கிங், லிட்டரலி பிளட் வர அளவுக்கு அடி வாங்கியிருக்காரு. அளவுக்கு இல்ல, பிளட் வந்துருச்சு, மூக்கிடிச்சு பிளட் வந்துருச்சு. அண்ட் அந்த ஷாட்ல நான் அவர் மூக்கு இப்படி பிடிச்சிருக்கேன், இப்படி பிளட் ஃப்ளோ ஆகுது எனக்கு ஃபுல்லா அவருடைய மூக்குல இருந்து. அந்த அளவுக்கு அடி வாங்கியிருக்காரு. நான் ஒரு பைக் ஸ்டன்ஸ் பண்ணும்போது புல்லட் ஓடிட்டு இருப்பேன் இந்த மூவில. அதான் சொன்னேன்ல, அந்த முஸ்லிம் கேரக்டர்ல இருந்து ஒரு டிரான்சிஷன் பாப்பீங்க. அந்த புல்லட்ல ஸ்டன்ஸ் பண்ணும்போது விழுந்துட்டேன் நான். விழுந்துட்டு ஃபுல்லா இங்கிலிருந்து இங்க வரைக்கும் ப்ளூ, அந்த ரத்தம் காய் ப்ளூ ஆயிடும்ல, கால் கூட என்னால் லிஃப்ட் பண்ண முடியல. ஆனாலும் அடுத்த சீன் நான் ஃபைட் பண்ணிட்டு இருக்கேன். ஸோ அந்த அளவுக்கு ஹார்ட் அண்ட் சோல் போட்டிருக்கோம் நம்ம இந்த படத்துல. ப்ரிப்பரேஷன் எவ்வளோ பண்ணிருப்போம். കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. കാരണം അതിനുവേണ്ടി നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രൊഡ്യൂസറാണ്, ഇതിന്റെ ഡയറക്ടർ ഷാനു സമ്മദ്. കാരണം നമ്മൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മടി പിടിച്ചൊക്കെ ഇരിക്കും. വഴക്കെന്ന് പറഞ്ഞ് വഴക്കിട്ടിട്ട് നീ ചെയ്ത് എനിക്ക് സാധനം കിട്ടണം അഷ്കറെ, നീ തമാശകളി. അവിടെ ഇപ്പം ആ മൂലക്ക് എവിടെ റിപ്പോർട്ടാട്ടെ പാവമായിട്ടിരിക്കും. സ്പോട്ടിൽ പുള്ളിയുടെ സാധനം കിട്ടണം, പുള്ളിക്ക് ഇത് സാധനം വേണം. അപ്പം എന്നോട് പറയാം അഷ്കറെ ഇത് വേണം, ഇത് വേണം. ഞാൻ മടി പിടിച്ചിട്ട് ഞാൻ അപ്പം ആക്ഷൻ പറയുമ്പോൾ നമ്മൾ ചെയ്തില്ലേ, നമ്മൾ പണിയിൽ ചില്ലറ കിട്ടണ്ടേ, പ്രൊഡ്യൂസർ അല്ലേ തട്ടി കൊടുത്തിട്ടില്ലേ. ஒரு செகண்ட் நமக்கு அந்த மைண்ட்ல தான் தாட் இருக்கும். ப்ரொடியூசர் ஒருத்தர் அவ்வளோ அவ்வளோ நம்பிக்கை வச்சுட்டு இருக்காங்க நம்ம மேலே. ஸோ அந்த மிஸ் ஆகிடக்கூடாது எந்த செகண்ட். ஒன் மெயின் திங் இஸ் நம்ம ஸ்டண்ட் மாஸ்டர், அதை பற்றி நான் பேசியே ஆகணும். ஃபீனிக்ஸ் பிரபு மாஸ்டர் அவங்க டர்போ மூவி முடிச்சுட்டு, மம்முதி சாரோட மூவி முடிச்சுட்டு நம்ம படத்துக்கு வரும்போது எந்த பவரில் வந்திருப்பாங்க, அந்த பவர் நம்ம மேட்ச் பண்ணோம்ல. ஸோ அதுக்கு உன்னாண்ட ஒரு கோரியோகிராஃபர் வர்றாரு, ஸ்டண்ட் மாஸ்டர் வர்றாருன்னா நம்மளுக்கும் அந்த எனர்ஜி 10 வாட்டி ஜாஸ்தி ஆகிடும். இந்த வழியெல்லாம் ஒன்றுமே தெரியாது அப்போது. ஜஸ்ட் அந்த சீன், அந்த அவுட்புட், அந்த 70mm ஸ்க்ரீனில் என்ன வரப்போதோ அது மட்டும் தான் மைண்டில் இருக்கும். ആക്ഷൻ പറയുമ്പോൾ അതാണ് നമ്മുടെ പരിപാടി, നമ്മൾ ആക്ഷൻ കട്ട് അല്ലേ, നമ്മുടെ സിനിമയിലെ ദാറ്റ്സ് ഇറ്റ്. അപ്പം ആക്ഷൻ കട്ടിൽ സാക്ഷി ഒന്ന് ഷെയ്ന് കൊടുത്തു, അതിന് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നു. ആത്മാർത്ഥത കൊണ്ടാണ് അവളോട് എനിക്ക് ഈ കൊമേഴ്ഷ്യൽ ഹീറോ ആവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടൊരു കാര്യമാണ്. കാരണം ഫൈറ്റ് ചെയ്യണം, ഡാൻസ് ചെയ്യണം, ഇത് ആളുകൾക്കൊരു റിലേറ്റബിലിറ്റി ഉണ്ടാവണം. ഈ അയൽപ്പക്കത്തെ പയ്യൻ എന്നുള്ള കാര്യം ആളുകൾക്ക് ഫീൽ ആവണം. ഇപ്പോൾ സിനിമയിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു കൊമേഴ്ഷ്യൽ ഹീറോ ആവുക, അതായത് എല്ലാ കാര്യങ്ങളും ഫൈറ്റും എല്ലാം തികഞ്ഞ ഫുൾ പാക്കേജ് ആവുന്ന ഹീറോ ആവുക, അങ്ങനെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. എനിക്ക് സത്യത്തിൽ ഡാൻസ് അറിയത്തില്ല, ഫൈറ്റ് അറിയത്തില്ല, അഭിനയിക്കാൻ അറിയത്തില്ല. മോഹം മാത്രമേ ഉള്ളൂ, നമുക്ക് ആഗ്രഹമാണ് ചെയ്യാനുള്ള. അഭിനയിക്കാനും അറിയത്തില്ല, ആഗ്രഹമാണ് നമുക്ക് സിനിമയിൽ വരണം, ഇത് എന്ത് ചെയ്യാം. എല്ലാവർക്കും മോഹമല്ലേ, സിനിമയിൽ വന്ന് ഒരു 10 പേര് കാണുക, നമ്മൾ നടനാണ്, അല്ല സിനിമയിൽ വന്ന് 10 പേര് കാണുക, നമുക്കത് എത്തിപ്പെടാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് സന്തോഷം. അതായത് നമ്മൾ പിന്നെ അവിടെ കടന്ന് പ്രയത്നിക്കുകയാണ് ഡാൻസ് പഠിക്കുക. കാരണം ഷെയ്നൊക്കെ നന്നായിട്ട് ഞങ്ങളെ കണ്ടിട്ട് പുകഴ്ത്തി പറയല്ല, കാരണം അദ്ദേഹം ഷെയ്ൻ നന്നായിട്ട് ഡാൻസ് ചെയ്തോളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അത്ഭുതപ്പെട്ടു. ഷെയ്ൻ ഡാൻസ് ചെയ്യും, എന്നെ കൂടെ പറ്റത്തില്ല. എനിക്ക് അത്യാവശ്യം ചെറിയ തുള്ളലും പരിപാടി, DJ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യും. അത് നന്നായി ഡാൻസ് ചെയ്തു, ഇവരാണ് ഡാൻസ് ചെയ്തു, ഫൈറ്റ് ചെയ്തു. ഫുൾ പാക്കേജിലൊന്നും ഒരാളെ കിട്ടത്തില്ല, ഭയങ്കര പാടാണ്. അല്ല എന്താ പറയുക ബ്രോ, അതിൽ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഫുൾ പാക്കേജ് ഹീറോ ആവശ്യമില്ല. അതെ അതെ, ഒരു നമുക്കൊരു രാംചരൺ, ജൂനിയർ NTR അങ്ങനെ വേണമെന്നില്ല, അല്ലു അർജുൻ അങ്ങനെ വേണമെന്നില്ല. അവരുടെ മൂവീസ് ഇവിടെ നന്നായി കളക്ട് ചെയ്യുമെങ്കിലും മലയാളീസ് അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടർ നന്നായി ചെയ്താൽ മതി. അതെ,
ആ ക്യാരക്ടർ നന്നായി ഓണസ്റ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഇൻഡസ്ട്രിയേക്കാൾ കൂടുതൽ ഒരു ക്യാരക്ടർ ആക്ടർ അഭിനയിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് അഭിനയിച്ചാലും ഓടും. ബിക്കോസ് അത് വർക്കായാൽ മതി. നല്ല സ്റ്റോറി ഉണ്ടാവുക, ഇവർ നന്നായി അഭിനയിക്കുക. അതിൽ സെൻട്രൽ ക്യാരക്ടർ അദ്ദേഹം, അതാണ് ഹീറോ. അവിടെ അങ്ങനെയല്ല. ഇപ്പൊ ബോളിവുഡിലെ ഹീറോ എന്ന് പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ക്വാളിഫൈ ചെയ്തിട്ട് മതി ആക്ടിങ്. അതെ, 6 പാക്കും വേണം. അല്ല മതി, അത് കഴിഞ്ഞിട്ട് മതി ആക്ടിങ്. അത്രയും ഈ ഒരു സംഭവം കൊടുത്തിട്ട് മതി. നമ്മുടെ നാട്ടിൽ അതിനൊരു പ്രയോറിറ്റി അങ്ങനെ കൊടുക്കാറില്ല. അത് നമ്മുടെ ഓഡിയൻസ് ഒരുപക്ഷെ അത്ര അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാവാം. ഈ റിലേറ്റബിലിറ്റി വന്നാൽ മതി, അതുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. ഷഹീൻ, ഇപ്പോൾ അച്ഛൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരേപോലത്തെ വേഷങ്ങൾ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് കൂട്ടുകാരൻ അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രം എന്നിട്ട് കൂടെയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നിന്ന് പെട്ടെന്നൊരു ഫ്ലിപ്പ് വരുന്നത് വിജയ് തമ്പി സത്യമേവ ജയതയിൽ അദ്ദേഹത്തിന് അങ്ങനെ വില്ലനായി കാസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇമാജിനേഷനിൽ നിന്നാണ്. ഷാഹിൻ അങ്ങനെ ഒരു വിജയ് തമ്പി വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഇല്ല, നമ്മളങ്ങനെ കാത്തിരിക്കേണ്ട ഒരു ടൈം കഴിഞ്ഞു. അത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ വിജയ് തമ്പി വന്നത്. വിജയ് തമ്പി സാറായിട്ട് വാപ്സി സിനിമ തുടങ്ങുന്ന ഉള്ള ബന്ധമാണ്. പക്ഷെ അദ്ദേഹത്തിന് അന്ന് എന്തോ തോന്നി വാപ്സിനെ ഇങ്ങനെ കാസ്റ്റ് ചെയ്താൽ നന്നാവുന്നു. അതെന്റെ ഫാദറിന് പോലും ആ കോൺഫിഡൻസ് ഇല്ല. ആ സമയത്താണ് അതിന്റെ ഡയറക്ടർ അത്രയും വലിയ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ഇന്റർവ്യൂ കണ്ട സിദ്ദീഖ പറഞ്ഞ് ചോദിച്ചു മേടിച്ച വേഷം. സിദ്ദീഖ ചോദിച്ചു മേടിക്കും സിനിമയിലാണ്. അപ്പോൾ അത് നമ്മളെല്ലാരും ചോദിച്ച് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം അല്ലേ, ഇന്റർവ്യൂ കണ്ടതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല. സിനിമയുടെ സ്പീഡ് അതാണ്. സോ എനിക്ക് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെങ്കിൽ ഞാനത് അതിനെ പറ്റി ഒരു റൈറ്ററിനെ കണ്ടുപിടിച്ച് ആവശ്യം ഡയറക്ടറെ കൺവിൻസ് ചെയ്ത് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവന്നിട്ടൊക്കെ വേണം അത് ചെയ്യാൻ. ഓക്കെ, അത്രയും ഡിഫിക്കൽട്ടായി ഇപ്പം ഇൻഡസ്ട്രി. അങ്ങനെ കാര്യം കൂടി ഉണ്ട്. ഇപ്പം അച്ഛനെ റെഫറൻസ് ആക്കി വെക്കുന്നത് എനിക്ക് വേറെ റെഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം അദ്ദേഹം തന്നെ കഥ പറയാനൊക്കെ ആളുകൾ വരുന്ന സമയത്ത് ഇപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരി നായകനുമായി അദ്ദേഹത്തിനെ സമീപിക്കുമ്പോൾ മറ്റൊരു വേഷം ആണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അദ്ദേഹമാണ് അങ്ങനെ ഒരു ഇരട്ട വേഷത്തിൽ വരുന്ന വില്ലൻ വേഷം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആഗസ്റ്റ് 15 എന്ന വേഷത്തിന് അദ്ദേഹം ചോദിച്ചു വാങ്ങിക്കുക, വില്ലനാവണമെന്ന് ആഗ്രഹിച്ചു വരികയാണ്. ഷാഹിൻ അങ്ങനെ ഇതല്ല എൻ്റെ പെർഫോമൻസിന് ഏരിയ മറ്റൊന്നാണ് അങ്ങനെ ചോദിക്കാനുള്ള ഒരു സ്പേസ് ഇപ്പോൾ ഷാഹിൻ ആക്ടറിനുണ്ടോ? ഞാൻ ആരോട് ചോദിക്കും? അങ്ങനെ ചോദിച്ചാൽ അവർ തരുമോ? അതില്ലല്ലോ. ഇപ്പൊ ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന സിനിമ മാത്യു നായകനായ മൂവിയാണ്. ഞാൻ ഡയറക്ടർ സലാം ബുക്കാരിക്കടുത്ത് പറയണം മാത്യു വേണ്ട, ഞാൻ ചെയ്യാം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് നായകനാവാനല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, ഒരു വ്യത്യസ്തത വരുത്തുന്ന ക്യാരക്ടറിലേക്ക് എന്നെ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? അങ്ങനത്തെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്. അത് കുറവാണ്. എന്റെ ഫാദറിന്റെ അടുത്ത് ലിജോ ചേട്ടൻ വരുമ്പോൾ, ലിജോ ചേട്ടൻ അന്ന് ന്യൂ ഡയറക്ടറാണ്. അത് പുതുതായ ഒരു ഡയറക്ടർ വരുമ്പോൾ വാപ്സി ആവശ്യപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു അത്. ലിജോ ചേട്ടൻ അത് കൺവിൻസിങ് ആയതുകൊണ്ട് അതങ്ങനെ പോയി. അതിനുശേഷം വന്ന് പാക്കപ്പ് ആയ ദിവസം ലിജോ ചേട്ടൻ വളരെ ഹാപ്പി ആയിട്ടാണ് അനൗൺസ് ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ. കൂടാതെ അതിനുള്ള ടാലന്റും വേണം. അതുണ്ടോ എന്നുള്ള വേറൊരു കാര്യം. അതിലുപരി അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന അവസരങ്ങൾ കുറവാണ്. നമ്മൾ ആകെ ചോദിക്കുന്ന ഒരു റോള് മാത്രമാണ്. ചേട്ടാ ഒരു റോൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോൾ ഡിജോ ടൊവിനോ പടത്തിനുള്ള കാസ്റ്റിംഗ് കോൾ ഇട്ടേക്കാണ്. നമ്മൾ ആദ്യം ചിന്തിക്കുക ഇതിലെന്ത് റോള്. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ ഇല്ല ടൊവിനോയുടെ ഫ്രണ്ട് പറ്റില്ല, ഞാൻ ആ വില്ലൻ ചെയ്യാം. അവരത് സഹിക്കേണ്ട ആവശ്യമില്ല. വേറെ ഒന്നുമല്ല, നമുക്ക് അഭിനയിക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം. അഭിനയിക്കുക, എൻ്റെ ക്യാരക്ടർ വേണം, നമുക്ക് നായകൻ തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂന്നുള്ളത് സിനിമയുള്ള പാഷൻ കൊണ്ടാണ്. അപ്പോൾ ഷെയ്നാണെങ്കിലും കണ്ടുകൊള്ളുന്ന സിനിമ തന്നെയാണ്, ഞാൻ കണ്ടുകൊള്ളുന്ന സിനിമ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും അഭിനയിക്കുക, ഒന്നും അറിയത്തില്ല, എന്ത് പരിപാടിയെന്ന് അറിയത്തില്ല, ഇങ്ങനെ കയറി പറ്റുക. ആക്ടിങ് പഠിച്ചു, ഞാൻ ആക്ടിങ് സ്കൂളിൽ നിന്ന് പോയിട്ട് നമ്മൾ പോട്ടെ നാട്ടുപുറത്ത് തട്ടുപരിപാടിയൊക്കെ പരിപാടിയൊക്കെ ആയിട്ട്. സാക്ഷി இப்போ தமிழ்நாட்டில் வந்து மதகஜராஜான்னு சொல்லி ஒரு படம், அது மதகஜராஜான்னு சொல்லி ஒரு படம், விஷால் நடிக்கிற படம். அது 12 இயர்ஸ் முன்பு ஷூட் பண்ணி முடிச்ச அந்த காலத்தில் அந்த கொமர்ஷியல் டெம்ப்ளேட்டோட அவுட் அண்ட் அவுட் சந்தானம் காமெடியோட முடிச்ச ஒரு படம். இப்போ வந்து அது ரொம்ப பூம் ஆயிட்டு வருது. தமிழ்நாட்டில் பெரிய அளவுக்கு கலெக்ட் பண்ணுது. ஆடியன்ஸ் எப்போ அந்த ஒரு கொமர்ஷியல் டெம்ப்ளேட் படங்க அவங்க மிஸ் ஆயிடுச்சுன்னு தான் புரியுது அந்த படத்தோட கலெக்ஷன் ட்ராக் ஆகும்போது. இந்த கொமர்ஷியல் என்டர்டெய்னரோட அந்த டெம்ப்ளேட் அதை பற்றி நீங்கள் என்ன நினைக்கிறீங்க? நான் என்ன நினைக்கிறேன்னா அப்படி கிடையாது. தமிழ் ஆடியன்ஸ் வெறும் கமர்ஷியல் படம் தான் ரசிப்பாங்கன்னு கிடையவே கிடையாது. ஏன்னா நான் ஒரு சிம்பிள் எக்ஸாம்பிள் கொடுக்குறேன். மஞ்சுமல் பாய்ஸ் பார்த்தீங்களா, தமிழ்நாடுல எவ்வளோ கலெக்ஷன் பண்ணுச்சு, ரைட்? ஸோ அது தாண்டி மூவிஸ் லைக் அறம், அப்புறம் சூர்யா சார் ஒரு படம் வந்தது இல்லை இப்போ லாயரா நடிச்சாங்க, ஜெய்பீம் ஓடிடி ரிலீஸ். கரெக்ட். ஸோ இந்த மாதிரி மூவிஸும் கொண்டாடுறாங்க தமிழ் ஆடியன்ஸ். போர் தொழில் ஒரு மூவி, போர் தொழில்
அந்த படம் அவ்வளோ கொண்டாடுறாங்க. ஸோ அதில் எந்த ஒரு டான்ஸ் நம்பர் இல்லை, எந்த ஒரு பெரிய கமர்ஷியல் கண்டென்ட் இல்லை, ஆனால் கதை இம்பார்ட்டன்ட், கதை நல்லா இருக்குன்னு சொல்லிட்டு. തമിഴ്നാട്ടിലെ സിനിമയാണ് അവരുടെ ജീവിത Exactly. ഏത് സിനിമയും പോയി കാണും, ഏത് സിനിമ അവർക്ക് They enjoy. എല്ലാം എല്ലാ തിയേറ്ററും ഫുള്ളായിരിക്കും. ഏത് പടമാണ്, ആര് നായകനോ നായകനൊന്നുമില്ല, എല്ലാ ഫിലിമും പോയി കാണുന്ന ആൾക്കാർ തമിഴ്നാട് മുതൽ. நல்ல படம் இருந்ததுன்னா கண்டிப்பா கொண்டாடுவாங்க. ஸோ இட்ஸ் நாட் தட் கமர்ஷியல் மூவிஸ் தான் கொண்டாடுவாங்க, ஸ்டோரினாலே. ஏன்னா இன்னைக்கு தமிழ் ஆடியன்ஸும் ரொம்ப அட்வான்ஸ் ஆயிட்டாங்க. ஏன்னா இன்னும் மலையாள மூவிஸ் தான் நிறைய கன்சியூம் பண்றாங்க அங்க, ரைட்? ஸோ அது മലയാള സിനിമ നല്ല ஆமா, தமிழ்ல அவ்வளோ ஹிட் ஆகுது மலையாளம். അവിടെ പറയും മലയാള സിനിമ അടിപൊളി, നമ്മൾ ഇവിടെ തമിഴ് സിനിമ അടിപൊളി. கரெக்ட் கரெக்ட் யூ ஆர் ரைட். ഗീവ് ആൻഡ് ടേക്ക് പോളിസി, கிவ் அண்ட் டேக் மாதிரி ஆயிடுச்சு. ஸோ அதனால இவ்வளோ அட்வான்ஸ் ஆயிட்டாங்க. ஸோ அவங்களுக்கும் நிறைய நல்ல கதை தேவைப்படுது. அந்த யூஷுவல் ஃபார்மேட் இஸ் நாட் ஒர்க்கிங் அவுட் ഈവൻ ഇൻ തമിഴ് സിനിമ. പക്ഷെ ഐ അണ്ടർസ്റ്റാൻഡ് ആ ഫോർമാറ്റിന്റെ കാര്യം എനിക്ക് മനസ്സിലായി, ആ ടെംപ്ലേറ്റിന്റെ കാര്യം മനസ്സിലായി. ബിക്കോസ് ഇപ്പം നമ്മൾ നമ്മുടെ കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് സിനിമ. ഉദാഹരണത്തിന് ഇപ്പം തമിഴ്നാടിന്റെ കൾച്ചർ എടുക്കുന്നത് പൊങ്കലിന് അവർക്ക് സിനിമ കാണണം, ഏത് സൂപ്പർ സ്റ്റാറിന്റെ പടമാണ്, അതിന് ആ പറഞ്ഞ ഒരു ഫോർമാറ്റ് അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദീപാവലിക്ക് ഒരു സിനിമ, ദീപാവലി, പൊങ്കൽ, എനി ബിഗ് ഇവന്റ്. വാരിസ് എന്ന് പറഞ്ഞ വിജയുടെ ഫിലിം അന്ന് റിലീസ് ആകുമ്പോൾ ഞാൻ അതിന് മുമ്പുള്ള PR വർക്ക് കാണിച്ചു. വാരിസ് എന്ന് പറഞ്ഞാൽ പണ്ട് വിജയ് ചെയ്ത പോലത്തെ ഫാമിലി മൂവിയാണെന്ന് വിശ്വസിച്ചിരുന്നത്. പക്ഷെ വന്നപ്പോൾ അവർക്ക് ആ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യേണ്ടി വന്നു. അത് ആ സിനിമയുടെ നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. ബിക്കോസ് അവർ ആഗ്രഹിച്ച ആക്ഷൻ സ്റ്റാർ വിജയെ കാണാൻ പറ്റും. പക്ഷെ എന്നെ അട്രാക്ട് ചെയ്ത വാരിസിന്റെ പോയിന്റ് അതായിരുന്നു. പണ്ട് വിജയ് ചെയ്തിരുന്ന ഇപ്പോൾ സിനിമകളിലെ പോലത്തെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിരിക്കുന്ന ആണ്. പക്ഷെ എങ്കിലും ഓഡിയൻസ് അവിടെ അത് ആ ടെംപ്ലേറ്റ് വർക്ക് ആവാത്തതുകൊണ്ടാണ് അവർ ആഗ്രഹിച്ച് കിട്ടി. ഈ ടെംപ്ലേറ്റ് ഇപ്പം നമുക്കൊരു ക്രിസ്മസ് പടം വരുമ്പോൾ, നമുക്കൊരു ഓണം സിനിമ വരുമ്പോൾ നമുക്കും അങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ഇത്തരം മറ്റു സിനിമകളും ഈ ക്വാളിറ്റി മൂവീസും വേണം. നമ്മുടെ സിനിമ ബെസ്റ്റി, നമ്മൾ കടത്തൊക്കെ വിജയുടെ ഒക്കെ എടുത്ത് ഈ സുഹൃത്തുക്കളെ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ബെസ്റ്റ് ഫ്രണ്ട്സുകളൊക്കെ. അവർ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ വന്നു ചേരുന്നതല്ലേ പലപ്പോഴും ജീവിതത്തിൽ. അങ്ങനെ വന്നു ചേർന്ന ഒരു സുഹൃത്തിനെ പറ്റി പറയാൻ പറ്റുമോ? ഒരുപാട് സുഹൃത്തുക്കൾ വന്നു ചേർന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും പെട്ട് നിൽക്കുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരില്ലേ. വിശദീകരിക്കോ? ഞാൻ ഒരു ട്രെയിൻ യാത്രയിലിടയിൽ ഞാൻ പെട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്തു, സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം അയാൾ എവിടെ പോയെന്ന് പോലും എനിക്കറിയാറില്ല, പിന്നെ വിളിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് നമ്മുടെ സുഹൃത്താണ്. ഇത് കണ്ടിന്യൂ എനിക്ക് പറ്റിയില്ല, അദ്ദേഹം കോൺടാക്ട് ഇല്ലാതായി. കാരണം നമ്മൾ ചെറുതായി പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് സഹായിക്കുന്ന ആൾക്കാർ, ദൈവദൂതന്മാരെ പോലെ വരുന്ന ആൾക്കാരില്ലേ, അല്ലേ? അങ്ങനെ നമ്മൾ അതാണ് ബെസ്റ്റി എന്ന് പറയാം, അല്ലെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ററാക്ട് ചെയ്യണത് എൻ്റെ അമ്മയോടാണ്. എൻ്റെ ബെസ്റ്റിയാണ് എൻ്റെ അമ്മ. എൻ്റെ ഉമ്മനോട് പറയാത്ത ഒരു കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ വിളിച്ചു പറയും. എൻ്റെ ഭാര്യനേക്കാളും കൂടുതൽ എൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ പറയുന്നത്. എൻ്റെ ഉമ്മ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഫാദർ അധികം സംസാരിക്കത്തില്ല എന്നോട്. കാരണം ഫാദറിനെ വിളിച്ച ഉമ്മച്ചയോട് കൊടുക്കാന്ന് പറയും. കാരണം ഞാൻ പുള്ളിക്കാരായിട്ട് ഏറ്റവും ഇന്ററാക്ട് ചെയ്യും. കാരണം എന്തുണ്ടെങ്കിലും ഞാൻ പറയും, ഞാൻ ഇവിടെയാണ്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. പുള്ളിക്കാരായിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ മക്കളെക്കാളും അല്ലെങ്കിൽ എൻ്റെ വൈഫിനേക്കാളും കൂടുതൽ ഞാൻ പുള്ളിക്കാരോട് പറയും. അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ബെസ്റ്റി ആയിരിക്കാം. അത് അങ്ങനെ പോകുന്നൊരു സംഭവങ്ങളാണ്. നമുക്ക് ആരും ബെസ്റ്റി ആകാമല്ലോ. ഇപ്പം മഞ്ഞുമൽ ബോയ്സിൽ ഉൾപ്പെടെ കണക്ട് ആയ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ഇമോഷൻ ഉണ്ടല്ലോ. അതായത് ഒരു രക്തബന്ധമല്ലാതെ രക്തബന്ധത്തേക്കാൾ അടുപ്പം തോന്നിക്കുന്ന അത്ര അതിനേക്കാൾ സ്ട്രോങ് ആയി മാറുന്ന ബന്ധങ്ങൾ, അതാണല്ലോ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒരു എലമെന്റ് ബെസ്റ്റിൽ എത്രമാത്രം എക്സ്പ്ലോർ ആവുന്നുണ്ട്? ഡയറക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കും. കാരണം ബെസ്റ്റി സിനിമയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് പോകുന്നുണ്ട്. കുറെ ഈ സിനിമയിൽ അഭിനയിച്ച് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ബെസ്റ്റീസായി. ഞാനും സാക്ഷി ഭയങ്കര ബെസ്റ്റിയാ, ഇവര് കണക്ഷൻ. ഇതിന്റെ രഹസ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. നായികയുണ്ട്, വേറെ ശ്രാവണുണ്ട്. കുറെ കളികളുണ്ട് ഇതിനകത്ത്. ഗോകുലുണ്ട്, അമ്പിയുണ്ട്, ജാഫറിക്ക ഉണ്ട്, സുരേഷ് കൃഷ്ണനുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് വലിയ ഹീറോസ്. എല്ലാവർക്കും അവരുടെ ഒരു പോയിന്റിൽ നിൽക്കാനുണ്ട്. മെയിൻ പോയിന്റിൽ നിൽക്കാനുള്ള എല്ലാവർക്കും അവരുടെ ഞാൻ നായകനെന്നോ ഷെയ്ൻ നായകനോ അങ്ങനെയല്ല. എല്ലാവർക്കും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട്. അവരുടെ വർക്ക് കറക്റ്റായിട്ട് ആ റൂട്ടിങ്ങനെ പോകുന്നൊരു സാധനമാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ നായകനാണോ വില്ലനാണോ വിഷ്ണുവിന് പറയാൻ പറ്റത്തില്ല. ഷെയ്ൻ വില്ലനാണോ നായകനാണോ സാക്ഷിയാണോ ഇതിൽ ഇതെന്താ പരിപാടി എന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഗോകുലുണ്ട്, നമ്മുടെ ഗോകുൽ. അപ്പൊ അയാൾ വില്ലനാണോ നായകനോ ഒന്നും ആർക്കും പറയാം. നല്ലൊരു റൂട്ടിപ്പോ നല്ല രസമുള്ളൊരു സാധനമാണ്. നമ്മൾ തന്നെ നമ്മൾ പൊക്കി പറയല്ലേ നമ്മുടെ പടത്തിനെ പൊക്കി. അത് പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കേണ്ടതാണ്. കാരണം ഞാൻ DNA കഴിഞ്ഞിട്ട് ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു സാധനമാണിത്. നമ്മുടെ ഡയറക്ടർ ഷാനു സമദ് അവരുടെ
அவரோட எக்ஸ்ப்ளனேஷன் எந்த மாதிரி இருக்கும்? இதுதான் என் ஷார்ட்டு, எனக்கு இதுதான் மட்டும்தான் வேணும் அதுவா இல்லை அந்த ஸ்டோரியை சர்ஃபஸில் சொல்லி நீங்கள் பெர்ஃபார்ம் பண்ண எப்படி இருக்கு அவரோட? ஸ்டோரி எனக்கு ஃபஸ்ட்டு நரேட் பண்ணது ரெனி மேம் நம்ம பென்சி ப்ரொடக்ஷன்லேருந்து. ஸோ ஃபோனில் எனக்கு அவங்க போன நவம்பரே நரேட் பண்ணிட்டாங்க. ஏன்னா ஃபர்ஸ்ட் நாங்கள் 2 பேர் ஒரு படம் நடிச்சிட்டு இருக்கும் போது கேஸ் டைரிஸ் அந்த ஷூட்டிங்கில் எனக்கு நரேட் பண்ணிட்டாங்க இந்த ஸ்டோரி. பட் ஆப்வியஸ்லி ஸ்டோரி டெவலப் ஆகும், இவால்வ் ஆகும். ஒரு 1 லைனாக சொன்னாங்க. டீட்டெயிலாக ரெனி மேம் தான் ஃபோனில் ஃபுல்லாக நரேட் பண்ணாங்க. அதுக்கப்புறம் ஸ்பாட்டில் வந்துட்டு கண்டிப்பாக டைரக்டரோட விஷன் தெரிஞ்சுக்கணும்ல. ஸோ நான் டைரக்டர் கிட்ட கேட்டேன், ஷானு கிட்டே ஒரு வாட்டி எனக்கு உங்கள் பாயிண்ட் ஆஃப் வியூலேருந்து சொல்லுங்கள். அவங்க ரொம்ப சிம்பிளாக டீட்டெயிலாக ஒரு விஷயம் சொன்னாங்க. இது மாதிரி தான் ட்ராவல் ஆகும், இதுதான் உங்களோட கேரக்டர், இப்படி 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 இப்படி. அதை நான் சொல்ல முடியாது, பட் ஓகே இப்படி 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 இப்படின்னு சொல்லிட்டாங்க எனக்கு. ஆனால் ஸ்பாட்டில் அவங்க எப்போவுமே ஓகே இதுதான் சீன், இதுக்கு மேலே வாட் எவர் யூ வாண்ட் டு டூ யூ கேன் டூ. ஸோ அந்த ஸ்கோப் ஃபார் இம்ப்ரூவைசேஷன் இருக்குல்ல, அந்த ஃப்ரீடம் கொடுக்குறாங்க ஆக்டர்ஸ்க்கு. நான் இப்படி தான், இதுதான் டயலாக், இதுதான் எக்ஸ்பிரஷன், அப்படியெல்லாம் கிடையாது. ஏன்னா நேச்சுரல், இட் ஹேஸ் டு பி நேச்சுரல், ரைட்? இட் ஹேஸ் டு பி கோயிங் வித் த ஃப்ளோ. ஸோ அந்த ஸ்கோப் கொடுக்குறனாலே இட் வாஸ் வெரி வெரி கம்ஃபர்டபுள் ஃபார் மீ. எனக்கு அவ்வளோ லைக் உள்ளே வந்து ஒரு விஷயம் மைக்ரோ மேனேஜ்மெண்ட் பண்ணாமல் സിമ്പിളാக ജാലിயாக എടുത്തോ ഷൂട്ട്. സോ നല്ല പോച്ച്. അഷ്കർ, ഇപ്പോൾ നായകനടന്മാർ കാണിക്കുന്ന വല്ലാത്തൊരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് മാർക്കോ എന്നുള്ള സിനിമ എടുക്കുകയാണെങ്കിൽ ഉണ്ണിമുദ്രൻ ഓരോ എലമെന്റിലും ഓരോ ഘട്ടത്തിലും ഇപ്പോൾ റീ റെക്കോർഡിങ്ങിൽ തുടങ്ങി പ്രൊഡക്ഷനിൽ തുടങ്ങി എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റും അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പും നമ്മൾ കാണുന്നുണ്ട്. സമാനമായി ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ പ്രൊജക്ടുകൾ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിന്റെ ഫസ്റ്റ് അനൗൺസ്മെന്റ് തൊട്ട് അഷ്കറിന് ആ വിധത്തിലൊരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ബെസ്റ്റിയെ സംബന്ധിക്കുകയാണെങ്കിൽ അതിന്റെ 1 ലൈൻ തൊട്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ പ്രൊഡക്റ്റ് വരെയുള്ള ഉത്തരവാദിത്വ ബോധം അങ്ങനെയുണ്ടോ? ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും എല്ലാ മേഖലയിലും നമ്മൾ സംസാരിക്കുമല്ലോ. നമ്മൾ ഇപ്പൊ ബെസ്റ്റിയെ മാത്രം വെച്ചൊന്ന് പറയാമോ? ബെസ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ വായിച്ചില്ല. നല്ല ഉത്തരവാദിത്വം. ഞാൻ വായിച്ചില്ല. ഡയറക്ടറിനെ വിളിച്ച് നീ വായിച്ചില്ലല്ലേ? അപ്പം ഞാൻ വേറെ ഒന്നുമില്ല, വായിച്ചു. പിന്നീട് വായിച്ചു, നമ്മൾ നോക്കി. ഞാൻ തലേന്നിരുന്ന് പഠിക്കൽ പരിപാടി പ്രശ്നമാണ് എനിക്ക്. ഞാൻ സ്പോട്ടിൽ പോയിട്ട് സ്ക്രിപ്റ്റ് ഇതാണ്, ഡയറക്ടർ പറയുന്നതാണ്, അതിനാണ് ഞാൻ വഴക്ക് കേട്ടോണ്ടിരിക്കണം, തെറ്റിക്കുകയും ചെയ്യണ്ടല്ലോ. അപ്പോൾ നീ ഇന്ന് പഠിച്ചില്ലല്ലോ, അതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഇൻവോൾവ് ചെയ്യണം, നല്ല കാര്യമാണ്. കാരണം ഏറ്റവും സെറ്റ് ഇൻവോൾവ് ചെയ്യുക. കാരണം ഒരു പടത്തിന് വേണ്ടി, കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ പടത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്. പുള്ളിയാണ് ഡയറക്ടറെ വിളിച്ചപ്പോൾ ആ ഷോട്ട് എന്തായി മറ്റേതായി അതാണ് പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ഉണ്ടായിരുന്നത്. ഈ പ്രൊഡ്യൂസർക്കാണ് ഈ പടം ഏറ്റവും കൂടുതൽ. ഞങ്ങൾ ആർട്ടിസ്റ്റ് ഞങ്ങൾ വർക്ക് ചെയ്തത് കാരണം നമ്മുടെ ഡയറക്ടർ പറയുന്നു ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, നമ്മൾ പ്രൊഡ്യൂസർ വിളിച്ച് പറയുകയാണ് എന്തായി. കാരണം നമുക്ക് നമ്മുടെ ജോലി ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ ജോലി, നമ്മൾ ഇതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെട്ട സിനിമയിൽ എത്താൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇൻവോൾവ് ആയി. മാർക്കോ സിനിമയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതെ, ഞാൻ പറയാം, എല്ലാവരും അതിൽ ഇൻവോൾവ് ആയി. ഇപ്പോൾ ഈവൻ മമ്മൂക്ക വരെ എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റും അവർ ചോദിക്കും ഓരോ ഇതെന്താണ്, അതെന്തായി, എവിടെയായി. ഞാൻ 1 മണിക്ക് രാത്രിയൊക്കെ വിളിച്ചു ചോദിക്കും, ഞാൻ ഇന്ന് ചെയ്തത് ശരിയായിരുന്നോ? ഡയറക്ടറെ വിളിച്ചു ചോദിക്കും. നിനക്ക് ഉറക്കമൊന്നും ഇല്ലടാ. ഡയറക്ടർ പകല് വഴക്കിട്ടിട്ടായിരിക്കും പോണത്. പുള്ളി അറിയത്തില്ല ഞാൻ വഴക്കുന്നത്. ഞാൻ വേണമെങ്കിൽ പോകും, പുള്ളി അറിയത്തില്ല. എന്നെ വഴക്കൊക്കെ പറയും, കറക്റ്റായിട്ട് നീ ഇതാണ്. ഞാനൊരു പിണങ്ങിയൊക്കെ മാറിയിരിക്കും. എന്നിട്ട് പിന്നെ അടുത്ത ഷോട്ടിൽ വിളിക്കും. ആ പുള്ളി പിണക്കം അറിയുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ദേഷ്യപ്പെട്ടതിനോട് അഭിനയിപ്പിക്കാൻ പറയും. കാരണം പുള്ളിയാണ് എൻ്റെ ആ ക്യാരക്ടർ എനിക്ക് അങ്ങനെ ആക്കി തന്നത്. ആ ഡയറക്ടർ ഷാനു സമദ്, അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രമാണ്. എന്നെ കൊണ്ട് ഇങ്ങനെ വേണം, ഈ സാധനം വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു. അത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തോട്, പ്രൊഡക്ഷൻ സൈഡിൽ. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൂടെ എന്നെ കട്ടയ്ക്ക് നിന്നത് ഷാനു, ഷെയ്ൻ കൂടെ നിന്നു, സാക്ഷി കൂടെ നിന്നു, എൻ്റെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലി പോലെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. കാരണം അത്രത്തോളം എൻജോയ്മെന്റ് ചെയ്തത്. കാരണം ഇത് നമ്മൾ കാണാത്തൊരു മേഖലയാണ്, വേറൊരു മേഖലയാണ്, വേറൊരു തലത്തിലുള്ള കഥാപാത്രങ്ങളും കഥകളും കഥയും. കാരണം ആരും പറയാത്തൊരു കഥയാണ്. ഇപ്പം ഒരു പ്രൊജക്റ്റ് ഓണാക്കുമ്പോൾ തന്നെ ആ പ്രൊഡക്ഷൻ ഹൗസുമായി ബന്ധപ്പെട്ടിട്ട് ആ പ്രൊഡക്ഷൻ ഹൗസ് കൊടുക്കുന്ന ആക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു കംഫർട്ട് ലെവലിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ കൊടുക്കുന്ന ഈ സുഖസൗകര്യങ്ങൾ ആക്ടേഴ്സിന് വളരെ നന്നായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ബെസ്റ്റിയുടെ അനുഭവം എന്താണ്? വെൻ ഇറ്റ് കംസ് ടു ദ പ്രൊഡക്ഷൻ ഹൗസ്, ദ amenities they provide, how much are they into your comfort? I would say that it is one of the best for me, Benzi production, because எப்போவுமே நிறைய வாட்டி சொல்லிட்டேன், நான் திரும்பியும் சொல்கிறேன், எப்போவுமே ஒரு மகளாக எனக்கு ட்ரீட் பண்ணியிருக்காங்க. இட்ஸ் அமேசிங். நம்ம ஃப்ளைட் டிக்கெட் போடுறதுலேருந்து ஷூட்டிங் முடிச்சுட்டு வீடு வரைக்கும் அனுப்புறதோட ஒரு ஃபேமிலி, ஒரு ஃபாதர் எப்படி அவங்க டாட்டருக்கு மேக் ஷூர் பண்ணுவாங்க தட் சேஃபாக இருக்கும்,
அந்த அளவுக்கு ட்ரீட்மெண்ட் எனக்கு அண்ட் அந்த அளவுக்கு கம்ஃபர்ட் ஜோன் ஃபுட்டுலேருந்து தூங்குற இடம் இருக்கட்டும் வாட் எவர் இட் இஸ் இட்ஸ் லைக் லிட்ரலி லைக் ஈவன் இஃப் யூர் ஸ்னீசிங் நோ டிஷ்யூ வில் பி தேர் அந்த அளவுக்கு ஒரு கம்ஃபர்ட் ஜோன் ஸோ இதுக்கு மேலே வாட் யூ வாண்ட் ரைட் திஸ் இஸ் த what do I say it's like a god gift to all of us எனக்கு மட்டும் இல்லை எல்லாருக்கும் എത്ര പേർക്ക് ജോലി ஒரே வீட்டில் தான் ஸ்டே பண்ணுவோம் அஷ்கரோட ரூம் ஷைனோட ரூம் என் ரூம் எல்லாமே ஒரே வீட்டில் தான் இருக்கும் ഫുഡ് കിട്ടി എല്ലാമേ അங்கே தான் അവിടെ ഒരു ഉത്സവമാണ് ബെൻസി പ്രൊഡക്ഷൻ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്സവമാണ് പെരുന്നാൾ നമ്മൾ കേട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നു ആൾക്കാർ വരുന്നു ബഹളം എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെ എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെ ഒരേ അല്ലേ ஆமா சேம் ட்ரீட்மெண்ட் எல்லாருக்கும் சேம் ட்ரீட்மெண்ட் அண்ட் see one more thing is ஒரு ബെൻസി actor പ്രൊഡക്ഷൻ ഫുഡ് നല്ല ഫുഡ് കിട്ടും നമ്മൾ സേഫ് ആണ് ഒരു പ്രശ്നമില്ല അത് 12 പടം ചെയ്തു കാരണം പല പടങ്ങൾ പരാജയമായിട്ടുണ്ടാകും വിജയിച്ചിട്ടുണ്ട് കാരണം എന്നിട്ടും സിനിമ ചെയ്യുന്നില്ലേ കാരണം അദ്ദേഹത്തിന് സിനിമയോടുള്ള ഇഷ്ടം എനിക്കിങ്ങനെ വേണം അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളിലൂടെയാണ് സിനിമ അദ്ദേഹത്തിന് വേണ്ടി സിനിമ അല്ലെ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അദ്ദേഹത്തിന് സ്നേഹമുള്ള ആൾക്കാർ അത് കുടുംബമാണ് നമ്മളെല്ലാവരും കുടുംബമായി കഴിഞ്ഞു ശരിക്കും ഒരു പ്രൊഡക്ഷൻ ഹോമാണ് അപ്പൊ ഇതിന്റെ ഷൂട്ട് എടുക്കുമ്പോൾ എന്റെ വൈഫ് അന്ന് പ്രഗ്നന്റ് ഐ തിങ്ക് 6 months എനിക്ക് ധൈര്യമായിട്ട് അവിടെ എന്റെ വൈഫ് അവിടെ ഹാപ്പിയാണ് ഞാൻ ഷൂട്ടിന് പോകുന്നു എന്റെ വൈഫ് അവിടെ ഒരുപാട് ബോസിന്റെ സിസ്റ്റേഴ്സും റിലേറ്റീവ്സും ഒക്കെ ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ അവരെന്റെ വൈഫിനെ കെയർ ചെയ്യുന്നതും അങ്ങനെ ആവശ്യമില്ല അല്ലെങ്കിൽ അതിലധികം ഫുഡ് കൊടുക്കുക കെയർ ചെയ്യുക എൻ്റെ വൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ടൈം അതായിരുന്നു ബെസ്റ്റിയുടെ ഷൂട്ടിന് കുറച്ചാൾ അന്ന് ബോസിന്റെ വീട്ടിൽ നിന്നപ്പോൾ അപ്പോൾ അത്ര നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് അത്ര ഒരു ഫാമിലി അടുപ്പമാണ് ഇപ്പൊ അത് സിനിമയിൽ അങ്ങനെ ഇല്ല സിനിമയിൽ നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു എക്വിപ്മെന്റ് പോലെ ഇന്ന ആക്ടർ വന്ന് അഭിനയിച്ച് അത് കൊടുത്ത് ബാറ്റ് എടുത്ത് വിട് എന്ന് പറയുന്ന പോലെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ബോസിനെ വിളിച്ച് നമ്മുടെ പ്രോബ്ലം പറയാൻ ഒരാളും ഫാമിലി പോലെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ കുടുംബവും നമുക്ക് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പം മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ സിദ്ദിഖ് എന്ന നടൻ വർഷങ്ങൾ കൊണ്ട് ഒരു വല്ലാത്ത രീതിയിൽ പരുവപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മാർക്കോ എന്ന സിനിമ എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാർക്കോനകത്ത് അദ്ദേഹം ചെയ്യുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വേഷമാണ് ആ സ്റ്റോറിയുടെ വേൾഡിനകത്ത് നിന്ന് നോക്കുമ്പോൾ. എന്നാൽ അതിൻ്റെ പ്രീക്വലിൽ അദ്ദേഹം ഒരു വലിയ വില്ലനുമാണ്, ആളുകളെ കൊല്ലുന്ന, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വില്ലനുമാണ്. ഒരേ കഥയുടെ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ നടൻ ആ വിധത്തിൽ പെർഫോം ചെയ്യുന്നത്. പലപ്പോഴും ഈ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ തിലകൻ സാറിൻ്റെയൊക്കെ റേഞ്ചിലേക്ക് അതായത് ആളുകൾ വിമർശനങ്ങളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. സിദ്ദിഖ് സാർ ഇതിനെപ്പറ്റി അവെയറാണോ? അല്ല, അങ്ങനെ അത്ര അവെയറല്ല. ഈ പറയുന്ന രീതി ഇതിങ്ങനെ കേട്ടാലും വാപ്സി അങ്ങനെ അധികം എൻജോയ് ചെയ്യുന്ന അതിലങ്ങനെ ഒരുപാട് ഓവർ ജോയ് കാണിക്കുന്ന അല്ല. പക്ഷേ എന്നാൽ റിവ്യൂസ് ഒക്കെ പ്രത്യേകിച്ച് മാർക്കോ റിലീസായ സമയത്ത് അതിൻ്റെ റിവ്യൂസും അതിൻ്റെ കമൻസും അതെല്ലാം വായിക്കും. നെഗറ്റീവ് വരുമോ എന്നുള്ളതാണ് പേടി. ഓക്കെ, നമുക്ക് എന്തോരം നെഗറ്റീവാണ് നമ്മളെക്കുറിച്ച് ആളുകൾ പറയുക. ഇത് വർക്കായില്ലേ. തിലകൻ സാറിനെ പോലെ വലിയൊരു ലെജൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിലുപരി മറ്റത് വളരെ മോശമായിപ്പോൾ ഈ സിനിമയിൽ എല്ലാവരും നന്നായിരുന്നു സിദ്ദിഖ് ഒഴികെ എന്നെങ്ങാനും പറയൂ എന്നുള്ള ടെൻഷനാണ് അദ്ദേഹത്തെ കൂടുതൽ വറി ചെയ്യുന്നത്. ഇപ്പം മാർക്കോയിൽ വേറെ ഇൻട്രസ്റ്റിംഗ് സംഭവം പറയാന്ന് വെച്ചാൽ ഒബ്വിയസ്ലി മാർക്കോ കണ്ടതല്ലേ, മാർക്കോയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു അതിലെ ഹീറോയിൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പെൺകുട്ടി ഈസ് ഗിവിംഗ് ബർത്ത്. പക്ഷെ അതൊരു ഭയങ്കര വയലന്റ് സീനാണ്, ഏറ്റവും വയലന്റ് സീനിൽ ഒന്നാണ്. ആ സമയത്താണ് എൻ്റെ വൈഫ് പ്രസവി. അപ്പോൾ ഷൂട്ട് വെച്ചിട്ട് ഉച്ചയോടെയാണ് ഡെലിവറി ആവുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലാണ്. അപ്പോൾ വാപ്സി ഇതിൻ്റെ സീക്വൻസ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെടിവെപ്പ് വെട്ടും കുത്തും. അപ്പോഴേക്കും ഡയറക്ടറോട് പറഞ്ഞു ഹനീഫ് സിദ്ദിഖ കുഴപ്പമില്ല, സിദ്ദിഖ പൊയ്ക്കും. സിദ്ദിഖ് ഇപ്പോൾ ചെന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള ഇന്നത്തേക്കുള്ള ഞാൻ കവർ ചെയ്തോളാം, ഞാൻ വേറെ ആംഗിളിൽ നിന്ന് മറ്റുള്ളതെല്ലാം ഇപ്പോൾ അവിടെ നിന്നാണ് വാപ്സി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ സംഭവം വല്ലാത്തൊരു ആകസ്മികതയായി പോയി. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിനയം അറിയാതെ എന്നുള്ള പുസ്തകത്തിൻ്റെ ലോഞ്ചിന് ഞാൻ അവിടെ പ്രസന്റ് ആയിരുന്നു. അന്ന് ഒരു വരി മാത്രമാണ് ഷാഹിൻ അന്ന് വേദിയിൽ പറഞ്ഞത്. നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്ന ആളുകളാണെങ്കിൽ, വായനാശീലമുള്ളവരാണെങ്കിൽ, അച്ഛൻ എൻ്റെ സഹോദരനെ പറ്റി എഴുതിയ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ അവസാന ഭാഗത്തോടു കൂടി അത് മാത്രം വായിക്കണം, അപ്പോൾ അറിയാം എൻ്റെ ഉപ്പ ആരാണെന്ന്. അങ്ങനെ പറയാനുള്ള കാര്യം എന്തായിരുന്നു? എന്നല്ല, എൻ്റെ എൽഡർ ബ്രദറാണ്. അപ്പോൾ എൻ്റെ ഫാദർ അന്ന് ഫേസ് ചെയ്ത കാര്യം, എൻ്റെ ബ്രദറിനൊരു ഇൽനെസ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഓട്ടിസ്റ്റിക് ആണ്, മെൻ്റൽ റിട്ടാർഡേഷൻ ഒരു കോമ്പിനേഷനാണ്, അത് അങ്ങനെ ഒരു അസുഖമാണുള്ളത്. അപ്പോൾ അത് തിരിച്ചറിയുന്ന ഒരു ഷോക്കുണ്ട്. സോ ഞാൻ രണ്ടാമത്തവനാണ്, എൻ്റെ ബ്രദർ മൂത്തത് ഓബ്വിയസ്ലി. പക്ഷെ ചെറുപ്പത്തിൽ, അതായത് 2 വയസ്സ് അല്ലെങ്കിൽ 1-2 വയസ്സ് ഈ സമയത്താണ് കുട്ടികൾ സംസാരിച്ച് തുടങ്ങുക, അവർ ഇൻട്രാക്ട്. എൻ്റെ ബ്രദർ എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയി. ഓക്കെ, എൻ്റെ ബ്രദർ അന്ന് പഠിച്ചിരുന്ന ചില റൈംസും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാവരുമായിട്ടുള്ള അടുപ്പവും ഭയങ്കര കൂടുതലായിരുന്നു. എൻ്റെ അത്രയില്ല. ഞാൻ കൂടുതൽ ഒതുങ്ങി വളരെ റിസർവ്ഡ് ആയ ഒരാളാണ്. എൻ്റെ ബ്രദർ ആയിരുന്നു അന്ന് ഏറ്റവും മിടുക്കനായ ഒരു കുട്ടി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു.
ഞങ്ങൾ ഒരേ സമയത്ത് LKG സ്കൂളിൽ ചേർക്കുന്നു, ചോയ്സ് സ്കൂളിലാണ് ചേർത്തത്. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ ബ്രദർ അത്രയും ഇൻട്രാക്ട് ചെയ്യുന്നില്ല, പഠിക്കുന്നതിൽ ഒരു വ്യത്യാസം വരുന്നു. സോ ആസ് എ പാരൻറ്റ് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ആ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത്തിരി കുറുമ്പ് കൂടി വരുന്നു. എൻ്റെ ഫാദർ എക്സ്ട്രീംലി ബിസിയാണ് സിനിമയിലെ തമ്മിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാപ്സി പറഞ്ഞിട്ടുണ്ട്, വാപ്സിക്ക് അന്ന് ഷൂട്ട് നടക്കുന്ന ആലുവയിലാണ്, പെരുമ്പാവൂർ ആലുവ ഭാഗത്താണ്. ഞങ്ങൾ താമസിക്കുന്നത് വൈറ്റില ഭാഗത്ത്. 3 മാസമായിട്ട് വാപ്സിന് വീട്ടിൽ വരാൻ പറ്റിയില്ല. ബിക്കോസ് അവിടെ 1-2 സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. ഇത്ര അടുത്താണ്, ഇപ്പോൾ നമുക്ക് എത്ര നേരം വേണം, 40 മിനിറ്റ്സ് ട്രാവൽ ചെയ്തെത്താം. അന്ന് വരാൻ കഴിയില്ല, അത്രയും അടുത്തായിട്ട് പോലും. അപ്പം അങ്ങനെ ബിസിയായിട്ട് അഭിനയിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ പറയാണ്, അതായത് മോൻ ഇങ്ങനെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് എങ്ങനെയാണ് ആസ് എ പാരൻ്റ് അബ്സോർബ് ചെയ്യും? ഇപ്പോൾ ഞാനൊരു പാരൻ്റ് ആകുമ്പോൾ എനിക്ക് അത് ഫീലിങ്സ് മനസ്സിലാവും. അത് ആ ബുക്കിൽ വ്യക്തമായിട്ട് വിവരിച്ചു. എന്നിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യണ്ടേ, അത് വേറൊരു ഒരു എന്താ പറയുക, ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളണ്ടേ. എൻ്റെ മോനിതാ ഇതൊരു ഇങ്ങനെ സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട് കേട്ടോ എന്നുള്ളതൊരു ഡോക്ടർ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എവിടെയോ ഉണ്ട്, ഞാനും എൻ്റെ മദറും ഫാദറും ബ്രദറും ഒക്കെ ആയിട്ട് നിംഹാൻസിൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ. അവിടെ പോയി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വരണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ഒരിക്കലും എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. പക്ഷേ അത് ബുക്കിലൂടെയാണ് പിന്നെ ഞാൻ വായിച്ച് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് വായിച്ച് മനസ്സിലാക്കുക. അതാണ് എന്നെ ബുക്കിൽ പറഞ്ഞത്. ഗംഭീരമാണ്. ഞാൻ ആ പുസ്തകത്തിലെ ആ ഒരു ഭാഗം മാത്രം എപ്പോഴും എടുത്ത് വായിക്കാറുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അപ്പം ഞാൻ എപ്പോഴെങ്കിലും അത് കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ അവസരമില്ല. അദ്ദേഹം മാധ്യമ ഇൻട്രക്ഷൻ ഏറ്റവും കുറച്ചൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മകനോട് തന്നെ ചോദിക്കാം എന്ന് കരുതി. അതാണ് എനിക്ക് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചാപ്റ്റർ. അതറിയാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനറിന് ഇപ്പോൾ മലയാളത്തിൽ എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ മാർക്കോ ഒരു സ്ഥലത്ത് ഹിറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഗഗനചാരി പോലെ മൊത്തത്തിലൊരു ഔട്ട് ഓഫ് ദി വേൾഡ് സിനിമയും ഇവിടെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വലിയേട്ടൻ തിരിച്ചിറങ്ങി ഇവിടെ കളക്ഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാ ഏരിയകളിലും ഇന്ന് വർക്കാവുന്നത് നല്ല സബ്ജക്റ്റ് ആണെന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ രീതിയിലും ബെസ്റ്റിക്ക് പ്രതീക്ഷ അർപ്പിക്കാം നമുക്ക്. തീർച്ചയായിട്ടും. കാര്യം ഈ സിനിമകളിലെല്ലാം പ്രത്യേകിച്ച് എല്ലാം ഒറിജിനൽ കണ്ടന്റാണ്. ഇപ്പൊ ഗഗനചാരി ഹിറ്റ് ആവുമെന്ന് മുമ്പ് ഒരാൾ ചോദിച്ചാൽ ആരെങ്കിലും അത് സമ്മതിക്കും? ഇല്ല. അത് റിസ്ക് ഒരു പ്രൊഡ്യൂസർ എടുത്തിട്ട് അത് വരുന്നു. സോ ഇതിന്റെ ഒരു സ്റ്റേജ് ഉണ്ട്. സോ ഇത് ഗഗനചാരി റിലീസ് ചെയ്യുമ്പോൾ ആദ്യം എല്ലാവരും ഓടിപ്പോയി കാണുകയല്ല. സിനിമ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ആൾക്കാർ കാണുന്നു, റിവ്യൂവേഴ്സ് കാണുന്നു, സിനിഫൈൽസ് കാണുന്നു. എന്നിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്ത് സാധാരണ ഓഡിയൻസ് ആണോ ഇവർ ഇത്രയും പേര് നല്ലത് പറഞ്ഞു എന്തായാലും പോയി കാണാം. അപ്പൊ ഇവർക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. നമ്മൾ പൊതുവെ റിവ്യൂവേഴ്സിന് നെഗറ്റീവ് മാത്രമാണ് പറയാറില്ല, അങ്ങനെയല്ല. ഒരുപാട് സിനിമകൾ റിവ്യൂവേഴ്സ് അത് പോസിറ്റീവ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ഓർക്കുന്ന മറ്റൊരു സിനിമയാണ് ഓപ്പറേഷൻ ജാവ. കൊറോണ സമയത്ത് തിയേറ്റർ തുറന്നപ്പോൾ വന്നിറങ്ങിയ മൂവിയാണ്. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല ഈ മൂവി. എനിക്കതിന് ഷൂട്ടിംഗ് നടക്കണ ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മുടെ കാക്കാട് ഭാഗത്ത് തന്നെയായിരുന്നു. പിന്നെയാണ് ഇത് ഇറങ്ങുന്നത്. ഫേസ്ബുക്കിലാണ് ആൾക്കാർ വീണ്ടും എഴുതി തുടങ്ങിയത്. നല്ല മൂവിയാണ്, അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. 50% ഓക്യുപ്പൻസിയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതും വലിയ സക്സസിലേക്ക് മാറി. നല്ല മൂവിയുമാണ്. അഷ്കർ, ഇപ്പോൾ DNA ഒരു കോർ എലമെന്റ് എന്ന് പറയുമ്പോൾ റിവെഞ്ച് ആയിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ പ്രതികാരമാണ്. വെസ്റ്റിയിൽ അങ്ങനെ നോക്കുമ്പോൾ ആ എലമെന്റിന് സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാൻ പറ്റുമോ? ഇല്ല, പറയില്ല. കുറെ സാധനങ്ങളുണ്ട്. ഒരു സാധനം പറയുന്നേ ഇത് പറയാൻ പറ്റത്തില്ല. കാരണം അത് സസ്പെൻസ് ത്രില്ലറുമാണ്, കോമഡിയാണ്, റൊമാൻസ് എല്ലാം കൂടെ വരുന്ന സാധനമാണ്. ഏക്കറെ അത് പറയാൻ പറ്റത്തില്ലല്ലോ. ഡയറക്ടർ ഉണ്ടോ അവിടെ? എല്ലാ കഥയും പറഞ്ഞു. നല്ല ആക്ഷനുള്ള നല്ലൊരു മൂവിയാണ്. അത് മലപ്പുറം സൈഡിലുള്ള നല്ല സോങ്ങുകളുണ്ട്. ആ ഒരു മൂഡും പിന്നെ അതിന് വേറെ ടച്ച് പിടിച്ചിട്ട് വേറൊരു പരിപാടിയിലേക്ക് പോകുന്നുണ്ട്. ഫാമിലി സെന്റിമെന്റും ഫാമിലി സെന്റിമെന്റ്. ഇപ്പോൾ അച്ഛൻ, അതായത് അച്ഛനല്ല, മാമൻ ശ്രീ മമ്മൂക്ക, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ അഭിനയിക്കുന്ന പോലെ തന്നെ തറവാട് വീട്ടിലെ ഒരു ആൾക്കണ്ണാടിക്ക് മുമ്പിലും അഭിനയിച്ച് പഠിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അഷ്കറിന് അങ്ങനെ ഒരു റിഫ്ലക്ഷനായിട്ട് ആരാ ഉണ്ടായിരുന്നത്? ആരുടെ മുമ്പിൽ അഭിനയിച്ചിരുന്നത്? ഞാൻ പറഞ്ഞപ്പോഴേ അന്ന് എൻ്റെ ഉമ്മച്ചിയൊക്കെ പുള്ളിയോട് ശ്രീകൃഷ്ണൻ കേട്ടോ, അന്ന് പുള്ളിക്കാരിയൊക്കെ നിൽക്കുമല്ലോ, അവരൊക്കെ അങ്ങനെയൊക്കെ കഥ കേട്ടിട്ടുണ്ട്. ഉമ്മച്ചി പറയാത് പുള്ളിക്കാരനെ അഭിനയിക്കുമ്പോൾ അവരുടെ കൂടെ അനിയത്തിയും അനിയന്മാരൊക്കെയാണ് ഗോപികമാരും MGR ഒക്കെ ആയിട്ട് പുള്ളി അഭിനയിക്കും. പല പരിപാടി പുള്ളി ചെയ്യും. ഇവരാണ് കൂട്ടുകാർ, പുള്ളിയാണ് അവരുടെ ബെസ്റ്റീസ്. അവരുടെ പുള്ളിക്കാരൻ അങ്ങനെ അഭിനയിക്കും. ഞാൻ കണ്ണാടിയുടെ മുമ്പിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്. കുറേ പരിപാടി ഫൈറ്റ് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്.
ഡാൻസ് പഠിക്കാനായിട്ട് എപ്പോഴും കൊണ്ടേ പൈസ കൊടുക്കും, ഒരു ദിവസം പോകും, പിന്നെ ചെന്നൈയിൽ വെച്ച് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടേ പൈസ കൊടുക്കും. നമ്മുടെ ദിനേശ് മാസ്റ്റർ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടേ കൊടുക്കും, ഒരു ദിവസം ക്ലാസ്സിൽ പോകും. പിന്നെ ഫൈറ്റ് പിന്നെ പഠിച്ച് എടുത്തു. അന്ന് പഠിക്കാതിരുന്നതിന്റെ ഒക്കെ ഇപ്പോഴാണ് അനുഭവിച്ചത് ബെസ്റ്റിൽ? നന്നായിട്ട് ഈ പറഞ്ഞ പോലെ പാക്കേജ് നടന്മാരില്ലെങ്കിലും ബെസ്റ്റ് ഒരു പാക്കേജ് പടമാണെന്നാണ് നിങ്ങൾ മൂന്നുപേരും പറഞ്ഞതെന്ന് മനസ്സിലായി. ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു പാക്കേജാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു ചെറിയ കുട്ടി മുതൽ അതിൽ ഏറ്റവും മുതിർന്ന ആൾക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു എലമെന്റ് ഉണ്ടാവണമെന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസറിന് ആഗ്രഹം ഉണ്ടായി. അതനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ്, ഞങ്ങൾ ഡയറക്ടർ ഉണ്ടാക്കിയ പ്രോജക്റ്റാണ് ബെസ്റ്റ്. കാരണം സ്പീഡ് നടന്നൊരു പരിപാടിയാണ്, പെട്ടെന്ന് നടന്ന. എന്നോട് പറഞ്ഞാൽ അഷ്കറെ നാളെ പുതിയ പടം തുടങ്ങുക. ഞാൻ പറയും ഏത് പടം എനിക്കറിയത്തില്ല. പുതിയ പടം തുടങ്ങുക, ബെസ്റ്റ് എന്നല്ല, അന്ന് പേരിട്ടില്ലല്ലോ. ഇന്നലെ ഷാനു സമദാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ ചെന്നൈ നിൽക്കാം, പ്രൊഡ്യൂസർ നീ വേണം വിളിക്കും, അഷ്കറെ നാളെ രാവിലെ പൊന്നാനി എത്തണം കേട്ടോ, പുതിയ പടം തുടങ്ങി. അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോഴാണ് എത്ത പരിപാടി. അത് പെട്ടെന്നുണ്ടായതാണ്. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം ഷാനു സമദ് നന്നായിട്ട് സ്ക്രിപ്റ്റ് എല്ലാം കറക്റ്റായിട്ട് പുള്ളി അദ്ദേഹം ഒരു 3 മാസം പോലും ആയില്ല, അദ്ദേഹം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു. കാരണം ഇതൊരു ഇങ്ങനൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തതല്ല, സംഭവിച്ചതാണ് സംഭവം. കാരണം പ്രൊഡ്യൂസറുടെ ആഗ്രഹമായിരുന്നു, പുള്ളി ഇങ്ങനെ വേണം. അപ്പോൾ ഷാനു സമദിന് ഡയറക്ടർ, അഷ്കർ സവാം വേണം, ഷെയ്ം വേണം, നായികയായിട്ട് വേണം, പിന്നെ ആർട്ടിസ്റ്റ് വേണം. അപ്പോൾ നമുക്ക് വേണ്ടി കഥാപാത്രം ഉണ്ടായി, നമുക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. ഇനി ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ മുമ്പിലാണ്. 24-ാം തീയതി റിലീസാണ്. എല്ലാവരും പടം കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 24-ാം തീയതി പ്രേക്ഷകർ സിനിമ കാണട്ടെ, അവർ വിധി എഴുതട്ടെ. തീർച്ചയായും സിനിമ വിജയത്തിലേക്ക്. മറ്റേ സാധനം ഇല്ല, തമ്പൊന്നുമില്ല, എന്തെങ്കിലും കിട്ടിയില്ല ഒന്നും. തമ്പ് ഞാൻ ഉണ്ടാക്കിക്കോളാം. നമ്മുടെ സാക്ഷിയുടെ പൊരിഞ്ഞ ഫൈറ്റാണ്. അതെ അതെ അതെ, എന്റെ ഫൈറ്റ് വരെ അടിച്ചു മാറ്റി. അഷ്കറിന്റെ ഫൈറ്റ് വേണ്ട, അഷ്കർ മൊട്ടോ ഫൈറ്റ്, ഷൈന് മൊട്ടോ ഫൈറ്റ്, എനക്ക് വേണം ഫൈറ്റ്. ഫുൾ ഫൈറ്റ് പുള്ളി മേടിച്ചു. അപ്പൊ അങ്ങനെ അടിപൊളി. കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് രീതിയിൽ ആളുകൾ ഏറ്റെടുക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.